ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിന്റെ മദ്ഹ് പറയുന്ന മാല ചൊല്ലുന്നു. അകത്തുനിന്ന് അതാ കുഞ്ഞിന്റെ നിലവിളി കേൾക്കുന്നു. നമ്മുടെ ഉമ്മമാര് സുഗമമായി സുഖപ്രസവം നടത്തിയിരുന്ന കാലം പോയി ഇത് കേൾക്കുന്ന യുവാക്കൾക്കൊരു സംശയം ഉണ്ടാകും, ഉസ്താദേ മാല ചൊല്ലിയാല് പെണ്ണ് പ്രസവിക്കുമോ, മൗലിദോദിയാല് പെണ്ണ് പ്രസവിക്കുമോ, നഫീസത്ത് മാല ചൊല്ലിയ പെണ്ണ് പ്രസവിക്കുമോ, റിഫായി മാല ചൊല്ലിയ പെണ്ണ് പ്രസവിക്കുമോ, മഞ്ഞക്കുളം മാല ചൊല്ലിയ പെണ്ണ് പ്രസവിക്കുമോ? പ്രസവിക്കും, പ്രസവിക്കും, ഒരു സംശയവും വേണ്ട. അതാണ് ഞാൻ നേരത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞത്, പ്രസവം രോഗമല്ല. ഉദാഹരണം, ഒരു പെണ്ണിനെ ആശുപത്രി കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുക, വേദന ഇങ്ങനെ കുറച്ച് വരുന്നു പോണു, അങ്ങനെ ലേബർ റൂമിലേക്ക് തന്നെ കൊണ്ടുപോവുക. അപ്പൊ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഭർത്താവ് കൂടെ ഉണ്ടാവുമല്ലോ, ഹസ്ബൻഡ് ഭർത്താവ് പോയി പറയാം, ഭാര്യ എന്റെ ആഗ്രഹം നിനക്കറിയില്ലേ, ഒരാൺകുട്ടി വേണമെന്നാണ്, ഒരാൺകുട്ടിയെ ഇങ്ങോട്ട് വരാവുട്ടോ, എന്നാ 10 പവൻ ഒരു മാരുതി കാറും, പ്രസവിച്ചത് ആൺകുട്ടിയാണെങ്കിൽ പെൺകുട്ടി എങ്ങാനും ആകാം, നമ്മുടെ ജീവിതം കട്ടപ്പകയാവും. ഇപ്പൊ തന്നെ 150 പവന് ഒരു കാറും ഉണ്ടാക്കണം. അതുകൊണ്ട് നിങ്ങൾ ആൺകുട്ടിയെ പ്രസവിച്ചാൽ 10 പവൻ തരാം എന്നൊരു ഹൈ ഓഫർ ആ പെണ്ണിന് കൊടുത്താൽ പെണ്ണ് പ്രസവിക്കോ? ഉള്ള പ്രസവം കൂടി ഇല്ലാതെയോ. കാരണം ഇവളുടെ മനസ്സിലാകെ ഉള്ളിലാകും, കുറച്ചോലെ പെണ്ണായ എന്താ. അതുകൊണ്ടാണ് ഒരു ഉന്നതയായിരിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പറയുന്നത്, പ്രസവിക്കാൻ പോകുന്ന പെണ്ണിന് വേണ്ടത് മനസമാധാനമാണ്, മരുന്നല്ല, ഗുളികയല്ല, ഇഞ്ചക്ഷനല്ല, ട്രീറ്റ്മെന്റ് അല്ല, മനസമാധാനം. മനസമാധാനത്തിന് കൊടുക്കാൻ വല്ല മരുന്നുണ്ടോ? ഇല്ല. മനസമാധാനത്തിന് എന്ത് മരുന്നാ വേണ്ടത്? അതാ ഖുർആൻ പറഞ്ഞത്, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് കോൺസെൻട്രേഷൻ ലഭിക്കാൻ, ഹൃദയത്തിൽ കോൺഫിഡൻസ് ഉണ്ടാവാൻ, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ദിക്ർ ചൊല്ലുക, മഹത് വചനങ്ങൾ പറയുക, അല്ലാഹു ബഹുമാനിച്ചവരെ അവരെടുത്ത് വെച്ച് പറയുക. അപ്പൊ നബീസത്ത് മാല ചെല്ലുമ്പോഴോ പെണ്ണിന് സമാധാനം കിട്ടും. എന്താ കാരണം? വല്ലിയെ കാണിക്ക് ുമാനത്ത് മരണപ്പെടുന്നതിന്റെ മുമ്പ് ജീവിതകാലത്ത് വലിയൊരു ഖബറങ്ങ് കുഴിച്ചിട്ട് ആ ഖബറിന്റെ അകത്ത് കടന്നിരുന്ന 10,000 ഖതമുൽ ഖുർആൻ, ആ ഖബറിന്റെ അകത്തിരുന്ന് 10,000-ലധികം വരുന്ന ഖതമുൽ ഖുർആൻ ഖത്തം തീർത്ത ലോകചരിത്രത്തില് അനുശോഭയായിരിക്കുന്ന വനിതയാണ് ബഹുമാനപ്പെട്ട ബീവി നഫീസത്തുൽ മിസ്രിയ്യ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു മരണം സമാഗതമായ സമയത്ത് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്യിപ്പിച്ച വനിത ബീവി നഫീസത്തുൽ മിസ്രിയ്യ. ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ വിവരത്തിന്റെ 7 അയലത്തെത്താനുള്ള വിവരം നഫീസത്തുൽ മിസ്രിയ്യക്കില്ല. 10 ലക്ഷം ഹദീസ് അതിന്റെ സനദടക്കമോ കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ തങ്ങൾ. 7ാമത്തെ വയസ്സിൽ പരിശുദ്ധ ഖുർആനും അതിന്റെ മസനകളും കാണാതെ പഠിച്ച മഹാനാണ് ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു. 13ാമത്തെ വയസ്സിൽ മാലിക് ഇമാമായ തന്റെ ഉസ്താദ് ദർസ് നടത്തുന്ന സമയത്ത് മുഅത്ത എന്ന് പറയുന്ന കിതാബ് മുഴുവൻ ഹിഫ്ളാക്കി ഉസ്താദായ മാലിക് ഇമാമിന് മസല അങ്ങോട്ട് പറഞ്ഞു കൊടുത്തപ്പോഴാണ് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഷാഫിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഷാഫി, ഞാൻ ഇരിക്കുന്ന ഇവിടെ ഇരിക്കേണ്ടതെന്നാണ്, ഇനി മുതൽ ഈ പള്ളിയിലെ മുദർരിസീയാകുന്ന അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് ഇമാം ഷാഫി സ്വർഗത്തിലാണെന്ന് അറിയിച്ചപ്പോ ഇമാം ഷാഫിയുടെ ശിഷ്യനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്തിന്റെ ആശയം ഉറക്കെ പ്രഖ്യാപിച്ച കാരണത്തിനാണ് ജയിലിൽ കിടന്ന് പീഡനം അനുഭവിക്കുന്ന മാലിക് അഹ്മദ് ബിൻ ഹംബൽ സ്വർഗത്തിലാണെന്ന് പറയാൻ ഷാഫി ഇമാമിനെ അധികാരപ്പെടുത്തി. അപ്പോ ഇമാം ഷാഫി റളിയല്ലാഹുവിന് മരിക്കാൻ പോണ സമയം ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തത് നഫീസത്തുൽ മിസ്രിയ്യയോടാണ്.
ചില്ലറക്കാരത്തെയല്ല, വലിയ കറാമത്തിന്റെ ഉടമസ്ഥയാ. അതുകൊണ്ട് നഫീസത്തുൽ മിസ്രിയായുടെ മാല പാടിയാൽ നഫീസത്തുൽ മിസ്രിയായുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്റെ പ്രസവം സുഖമമാക്കുമെന്ന് ഓരോ സ്ത്രീയുടെ മനസ്സിനും കോൺസെൻട്രേഷൻ കിട്ടി സുഖമായി പെണ്ണ് പ്രസവിക്കുന്ന ഏർപ്പാട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. ഇപ്പൊ അതുണ്ടാ മാലി മോതിരൊക്കെ ചീർക്കാന് കീർക്കാന് വർക്കാന്ന് പറഞ്ഞ് തള്ളി. എന്തായി? ഞാൻ ആരെയും ആക്ഷേപിക്കല്ല. എന്റെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് വെച്ചിട്ട് എനിക്കൊരാൾ ആക്ഷേപിക്കാൻ പാടില്ലതാരും. കാരണം എല്ലാവരുടെയും ആളാണല്ലോ. പിന്നാക്ക വിഭാഗം എന്ന് പറഞ്ഞ OBCയിലെ 73 ജാതിയുടെ ആളായിപ്പോ. അപ്പോ എങ്കിലും പറയാതിരിക്കാൻ വയ്യ. ധാരാളം ചെറുപ്പക്കാരുടെ കൂടിയിരിക്കുന്നു. രാജ്യത്തിന്റെ സമാധാനവും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിച്ചതിന്റെയും പിറകില് സകല വിദഗ്ധ കക്ഷികളുമാണ് അതിന്റെ ഉത്തരവാദിത്തം. മുസ്ലിം സമുദായത്തെ ഇന്നതാണെന്ന ഒരു പ്രത്യേക ക്രിട്ടിക്കൽ സിറ്റുവേഷനിലേക്ക് ഈ സമുദായത്തെ എത്തിപ്പിച്ചതിന്റെ പിറകിൽ വിദഗ്ധ കക്ഷികൾക്കാണ് പങ്കുള്ളത്, സുന്നത്ത് ജമാഅത്തിനല്ല. ഉദാഹരണം, ഈ മക്കാമിലേക്ക് സിയാറത്തിന് വേണ്ടി വരുന്ന ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇവിടെ കാണിക്കുന്നതിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ വലിയായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹുൽ നബീൽ വനഫഅനാ ബിബറകാതിഹി വബിഉലൂമിഹി ഫിദ്ദാറിൽ ആമീൻ. മഹാനായ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹു മഖബറയിൽ ചെന്ന് നോക്കി. നേരം വെളുക്കുമ്പോ പൂക്കൊട്ടേറ്റിക്കൊണ്ട് കാണിക്കർപ്പിക്കാൻ വരുന്ന ലഫ്റ്റനന്റ് കേണല, മിലിറ്ററിയിലെ ഉന്നത ഉദ്യോഗസ്ഥനാ. ക്രിസ്ത്യാനിയാണ്, ഹിന്ദുവാണ്. ഇന്ത്യ ഭരിച്ച എല്ലാ പ്രധാനമന്ത്രിമാരും എല്ലാ പ്രസിഡന്റുമാരും ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹുവിന്റെ മഖബറ സിയാറത്ത് ചെയ്തിട്ടുണ്ട്. ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് 2 വട്ടം സിയാറത്ത് ചെയ്തു. ഇന്ത്യയുടെ മുൻ ആഭ്യന്തരമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായി വാജ്പേയി സിയാറത്ത് ചെയ്തു. ലാൽകൃഷ്ണ അഡ്വാനി സിയാറത്ത് ചെയ്തു. അതേ ഇന്ത്യ ഭരിച്ച എല്ലാവരും ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു അൻഹു മഖബറ പോയി സിയാറത്ത് ചെയ്തു. ഏർവാടിയിലും ഉള്ളാളത്തും നാഗൂരിലും മുത്തുപേട്ടയിലും പുത്തമ്പടിയിലും മടവൂരിലും അങ്ങനെ ഏത് മക്കുബറുണ്ടോ അവിടെ നോക്കിയാൽ അവിടൊക്കെ ഈ രാജ്യത്തെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും വന്ന് സംഭാവന കൊടുത്ത് കാണിക്കർപ്പിച്ച് ഭക്തിപരമായി പ്രാർത്ഥിച്ചു പോകുന്നു. അവരെയൊക്കെ എന്താ ചെയ്തത്? ഇസ്ലാമിനെ വളർത്തലല്ലേ ചെയ്തത്. അവർ വോട്ടിംഗ് ബാങ്ക് സ്ഥാപിച്ചവരല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചണ്ടകളല്ല. അവർ ചെയ്തത് അല്ലാഹുവിന്റെ ദീന് പ്രചരിപ്പിച്ചുപോയി, അല്ലാഹുവിന്റെ ദീനിലേക്ക് ആളുകളെ ക്ഷണിച്ചുപോയി. ബഹുമാനപ്പെട്ട ഖാജാ മുഈനുദ്ദീൻ ചിശ്തി റളിയല്ലാഹു അൻഹുവിന്റെ ഒരൊറ്റ കറാമത്തിന്റെ ഫലമായി ചരിത്ര രാജാക്കന്മാരുടെ കുടുംബത്തിൽ നിന്ന് 10,000 ചില്ലാനം ആളുകൾ ഇസ്ലാമിലേക്ക് കയറുന്ന മുസ്ലിങ്ങളെ. അജ്മീർ മഖാമിന്റെ തൊട്ടടുത്ത് കാണുന്ന അനാസാഗർ എന്ന് പറയുന്ന തടാകത്തിന് വെള്ളം തന്റെ വലം കയ്യിലുള്ള പൂജയിൽ ഒതുക്കി വെച്ച് കറാമത്ത് കാണിച്ചപ്പോൾ ആ കറാമത്തിന് മന്ത്രിയുടെ ജഗത്തിന് രാജാവ് തോറ്റുന്നുണ്ടാടി. അവസാനം രാജസ്ഥാനിലെ മുസ്ലിം ഹിന്ദുക്കൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു. ആ ഖാജാ മുഈനുദ്ദീൻ റളിയല്ലാഹു വർഗീയവാദിയാണെന്ന് ഇവിടുത്തെ ഹിന്ദുക്കൾ പറയുന്നില്ല, ക്രിസ്ത്യാനി പറയുന്നില്ല, ആരും പറയുന്നില്ല. ഉള്ളാളത്ത് മറവട്ട് കിടക്കുന്ന മുഹമ്മദ് ശരീഫ് മദനി റളിയല്ലാഹു തആല അൻഹു അതേ വിശുദ്ധ ഹറമിൽ തീപിടുത്തമുണ്ടായ സമയത്ത് ഉള്ളാളത്തെ മഖബറയുടെ മുമ്പിൽ കാണുന്ന കുളത്തുനിന്ന് വെള്ളമെടുത്തിട്ട് മക്കായിലേക്ക് വെള്ളം കൊണ്ടുപോയ വലിയ കറാമത്ത് കാണിച്ച മുഹമ്മദ് ശരീഫ് മദനി തങ്ങളുടെ പ്രവർത്തനപരമായി കർണാടകയുടെ ഭാഗത്തിൽ ധാരാളം ആളുകൾ ഇസ്ലാമിലേക്ക് കയറി വന്നു. അവിടെയുള്ള ഹിന്ദുക്കളാവട്ടെ ക്രിസ്ത്യാനികളാവട്ടെ ആരെങ്കിലും വിളിച്ചു പറയുന്നുണ്ട് ഉള്ളാളത്തെ ഖബറിന്റെ അടുത്ത് കിടക്കുന്ന മുഹമ്മദ് ശരീഫുൽ മദനി ടെററിസ്റ്റാണ്, ഫണ്ടമെന്റലിസ്റ്റാണ്, ഭീകരവാദിയാണെന്ന് എല്ലാവരും പറയുന്നു. മഹാന എല്ലാവരും പറയുന്നു മഹാന. എല്ലാ ഔലിയാക്കളും ഇവിടെ ഇസ്ലാമിക പ്രബോധനം നടത്തിയവരാ. ഇസ്ലാമിന്റെ പ്രബോധന ഔലിയാക്കളുടെ ലക്ഷ്യം വേറെ കച്ചവടം ബിസിനസ്സും ഒന്നുമല്ല. യഥാർത്ഥ ഇസ്ലാമിക പ്രബോധനം നടത്തിയ ഔലിയാക്കൾ
എന്നും എല്ലാവരാലും ആദരിക്കപ്പെടുന്നു. അതേസമയത്ത് ഇവിടെ എന്തുണ്ടായി? ഇസ്ലാമിനെ പുരോഗമിപ്പിക്കാനെന്ന് പറഞ്ഞ് രൂപം കൊടുത്ത ബിദഈ പ്രസ്ഥാനം ഈ രാജ്യത്ത് വർഗീയത വളർത്തുകയും മുസ്ലിംകളെ മുഴുവൻ തീവ്രവാദികളുമാക്കി തീർക്കുന്നതിൽ അജയ്യമായിരിക്കുന്ന പങ്ക് വഹിക്കുകയും ചെയ്തു. അതാണ് ഈ അടുത്ത ദിവസം ഡൽഹിയിൽ നടന്ന ഒരു ഓൾ ഇന്ത്യ ഒരു ഇന്റർനാഷണൽ കോൺഫറൻസിൽ ഇന്ത്യയുടെ മുൻ നിയമകാര്യമന്ത്രിയായിരുന്ന രാംജത്ത് മറാനി വളരെ വ്യക്തമായി പറഞ്ഞു, മുസ്ലിം സമുദായത്തിന്റെ അകത്ത് തീവ്രവാദമുണ്ടാക്കിയത് വിദഗ്ധക്കാരാ.